ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് ബിരിയാണിയാണ്. അതെങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് 3 മീഡിയം സവാള ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പകുതി നാരങ്ങയുടെ നീര്, 1 കപ്പ് തൈര്, 4 പച്ചമുളക്, കുറച്ച് മല്ലിയില. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്ന മസാലക്കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഫിഷ് ബിരിയാണി മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി നമ്മൾ പാൻ വെച്ച് ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചു. ഞാൻ മീൻ ഫ്രൈ ചെയ്ത എണ്ണയാണ് ഒഴിച്ചത് മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഞാൻ 1 കിലോ നെയ്മീനാണ് അതിന് വേണ്ടി എടുത്തത്. അപ്പം ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു പകുതി നാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടാൽ 5 മിനിറ്റ് മാറിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാനതൊന്ന് ഫ്രൈ ചെയ്തെടുത്തത്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പം നമ്മുടെ ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 4 പച്ചമുളക് അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുത്തു. വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം. എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടെല്ലാം അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം അതും ഒരുമാതിരിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ പിരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തൈര് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിലേക്ക്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
അതെല്ലാം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ അതിലേക്ക് പതിയെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം അത് മിക്സ് ചെയ്യാൻ. എല്ലായിടും പിടിക്കത്തക്ക രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് വേവിക്കാൻ വേണ്ടി അതിന് വേണ്ടിയുള്ള എല്ലാ സ്പൈസസും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പാത്രം വെച്ച് ചൂടായി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുരുമുളകും കറുവപ്പട്ടയും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയാണ്. ഇനി നമുക്കത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നേരത്തെ വെള്ളം ചൂടാക്കി വെച്ച് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഇനി അത് ചൂടാക്കിയ വെള്ളമാണ് ഒഴിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിക്കാം. ഒരു 2-3 തുള്ളി പൈനാപ്പിൾ എസൻസ് കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ എപ്പോഴും ഉപ്പിടുമ്പം കൂടി വേണം നിൽക്കാൻ. കുറച്ച് നാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിക്കുന്നത് ഈ ചോറ് ഒട്ടി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഒഴിക്കുന്നത്. ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഊറ്റിയെടുക്കാം. നമ്മളെല്ലാം അങ്ങനെ ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദമ്മിടാൻ വെച്ചേക്കുന്ന പാത്രത്തിലോട്ടൊന്ന് നെയ്യൊന്ന് തൂത്ത് കൊടുക്കണം എല്ലായിടത്തും. എന്നിട്ട് ഫസ്റ്റ് ലെയർ നമ്മൾ ചോറ് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് എല്ലായിടും ഒന്ന് ചോറ് പരത്തി കൊടുക്കണം. എന്നിട്ട് ഫസ്റ്റ് ലെയർ നമ്മൾ മസാല ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ഒരുമാതിരി നമ്മൾ ഇട്ടു അതിൻ്റെ പുറത്തോട്ട്. ഇനി നമുക്ക് കുറച്ച് ചോറ് അതിൻ്റെ പുറത്തിട്ട് കൊടുക്കാം. ഇനി കുറച്ച് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തതും അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. നമ്മൾ കടകളിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത്. മസാലയെല്ലാം ഇട്ടു. അതിൻ്റെ പുറത്ത് ഒന്നുകൂടെ ചോറെല്ലാം ഇട്ട് നെയ്യെല്ലാം ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും എല്ലാം അങ്ങോട്ട് വിതറി ഞാനിവിടെ കളറിന് പകരം യൂസ് ചെയ്തിരിക്കുന്നത് പാലും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കിയതാണ്. അതിൻ്റെ പുറത്തോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയെല്ലാം കൂടി ഇടാം. ഫോയിൽ പേപ്പർ യൂസ് ചെയ്താണ് ഞാനിവിടെ ദമ്മിടുന്നത്. ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നമുക്ക് ദമ്മിടണം. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ദമ്മിടാൻ വേണ്ടി വെക്കാൻ. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെക്കണം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ദമ്മെല്ലാം പൊട്ടിച്ച് നോക്കാം നമ്മുടെ ബിരിയാണി എങ്ങനെ ഉണ്ടെന്ന്. നമ്മുടെ ടേസ്റ്റി ഫിഷ് ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ
നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ.